വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയ KSEB ജീവനക്കാരനെ വളർത്തുനായെ അഴിച്ചുവിട്ടുകൊണ്ട് കടിപ്പിച്ചതായി പരാതി. പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിലാണ് ഈ സംഭവം. കല്ലിശ്ശേരി സെഷൻസ് ലൈൻമാൻ രഞ്ജിത്തിനാണ് കടിയേറ്റത്. ഒരു പ്രതികരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാം. മീറ്ററിൻ്റെ ഭാഗത്തേക്ക് ഞാൻ മാറിയ സമയം ഈ കൺസ്യൂമർ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പട്ടീനെ പുറത്തേക്ക് ഇറക്കുകയും പട്ടി എന്നെ ഓടിക്കുകയും പട്ടി എന്നെ കടിച്ച് കാലിലാണ് കടിച്ചത്. കാലിൽ കടിച്ച സമയത്ത് ഈ വ്യക്തി ഈ പട്ടിയെ ഒന്ന് തടയാനോ മറ്റൊന്നും ശ്രമിച്ചില്ല. ഒരു 12 മണിക്ക് ശേഷമാണ് രഞ്ജിത്ത് തന്നെ ഫോണിൽ വിളിക്കുന്നത്. സാർ ഇതുപോലെ ഒരാൾ പട്ടിയെ വിട്ട് കടിപ്പിച്ച്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പാൻ്റെല്ലാം ആകെ കീറിപ്പോയി. എന്നാൽ ഞാൻ ഇവിടുന്ന് എളുപ്പം വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഉടനെ തന്നെ നോക്കി. നല്ല മുറിവുണ്ട്, നല്ല കാലിൻ്റെ മുട്ടിൻ്റെ താഴെ നല്ല മുറിവുണ്ട്. അതുപോലെ കണ്ടപ്പം തന്നെ അല്പം ഒരു ബുദ്ധിമുട്ട് തോന്നി. ഉടനെ തന്നെ കുറ്റൂർ KSEയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ കുത്തിവെപ്പെടുകയും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വന്നു. ഇതാണ് നടന്നത്. CK അബിലാലുണ്ട്. അബിലാൽ, വൈദ്യുതി വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയാൽ അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ എന്ത് പിഴച്ചു? ഈ പട്ടിയെയൊക്കെ നായയൊക്കെ അഴിച്ചുവിട്ട് കടിപ്പിച്ച കൺസ്യൂമർ ആരാണ് അബിലാൽ? തിരുവല്ല കുറ്റൂർ മുള്ളിപ്പാറ സ്വദേശി സുകുമാരൻ എന്ന ആളാണ് കൺസ്യൂമർ. അദ്ദേഹത്തിന്റെ മകൻ ശ്രീകുട്ടനും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സംഭവം. കടിയേറ്റത് ചെങ്ങന്നൂർ കല്ലിശ്ശേരി സെക്ഷനിലെ ലൈൻമാൻ ആലപ്പുഴ മുഹമ്മദ് സ്വദേശി രഞ്ജിത്തിനാണ്. ഇടത് കാലിന് മുട്ടിന് താഴ്വശത്താണ് നായ കടിച്ചത്. കഴിഞ്ഞ 17-ാം തീയതിയാണ് ഇവർക്ക് വൈദ്യുതി ബില്ല് പിഴ കൂടാതെ അടയ്ക്കാനുള്ള സമയം അവസാനിച്ചത്. തുടർന്ന് പിഴ കൂടി തുക അടയ്ക്കാനുള്ള സമയപരിധി പിന്നിട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് രഞ്ജിത്ത് കൺസ്യൂമറെ ഫോണിൽ ബന്ധപ്പെട്ടു. പണം അടയ്ക്കാൻ സൗകര്യമില്ല, അങ്ങനെയെങ്കിൽ വിച്ഛേദിക്കേണ്ടി വരുമെന്ന് അറിയിച്ചപ്പോൾ അങ്ങനെ ആവട്ടെ എന്നുള്ളതായിരുന്നു ശ്രീകുട്ടന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അങ്ങനെ 11 മണിക്ക് ഫോണിൽ വിളിച്ച് അറിയിച്ച ശേഷം 12 മണിയോട് കൂടി വീട്ടിലെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പട്ടിയെ അഴിച്ചുവിട്ടതായി അഴിച്ചുവിടുന്നത്. തുടർന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പട്ടി ഇടത് കാലിൻ മുട്ടിന് താഴെ കടിക്കുകയും ഈ കടി ഏറ്റ് വെപ്രാളത്തിൽ രഞ്ജിത്ത് താഴെ വീഴുകയും ചെയ്തു. ഇതോടുകൂടിയാണ് പട്ടി പിന്മാറിയത്. പട്ടിയെ വിലക്കുന്നതിനോ ഇടപെട്ട് രക്ഷപ്പെടുത്താനോ രഞ്ജിത്തിനെ രക്ഷപ്പെടുത്താനോ വീട്ടുടമ തയ്യാറായില്ല എന്നുള്ളതാണ് പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ KSEB ഉദ്യോഗസ്ഥർ തന്നെയാണ് രഞ്ജിത്തിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയ ശേഷം അത് തിരുവല്ല പോലീസിന് കൈമാറിയിട്ടുള്ളത്. കേസെടുത്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് SHO അറിയിച്ചിട്ടുണ്ട്. ശരി, CK അബിലാലാണ് വിവരം നൽകിയത്.